ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ടച്ച് എന്ന പാഠഭാഗമാണ്. ഇതിൽ ടെൻഡർ ടച്ച് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? മൃദുസ്പർശം അല്ലേ? അപ്പോൾ ഇതിലൊരു സ്റ്റോറി പറയുന്നുണ്ട്. സാഷയുടെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ മലയാളത്തിലുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അച്ഛനും അമ്മയും അടങ്ങിയ സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു സാഷയുടേത്. എന്നും രാവിലെ അമ്മ അവളെ സ്നേഹത്തോടെ വിളിച്ചെഴുന്നേൽപ്പിക്കും. പിന്നെ സാഷയെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കാണ്. സാഷയ്ക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അച്ഛൻ അമ്മയെ സഹായിക്കും. അന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ അടുക്കളയിൽ നിന്ന് നല്ല മണം. അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പത്തിൻ്റെ മണം. സാഷ അടുക്കളയിലേക്ക് ഓടി. അമ്മ, ഇതിൽ കുറച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? അവൾ ചോദിച്ചു. അതിനെന്താ, വേഗം പോയി തയ്യാറാകൂ, അമ്മ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരൻ നവീൻ എത്തി. ഞാൻ ഇപ്പോൾ വരാം, സാഷ പറഞ്ഞു. സ്കൂളിലെത്തിയപ്പോൾ നവീൻ ചോദിച്ചു, എന്താ നിന്റെ ബാഗിൽ നിന്ന് നല്ല മണം? സാഷ ഉണ്ണിയപ്പത്തിന് ഡപ്പി തുറന്നു. കൂട്ടുകാർ എല്ലാവരും അവിടെ ചുറ്റും കൂടി. ആരും ബഹളം വെക്കേണ്ട, എല്ലാവർക്കും തരാം, നവീൻ പറഞ്ഞു. ജനാലയ്ക്കൽ ഒരു പെൺകുട്ടിയെ കണ്ട് സാഷ ചോദിച്ചു, ആരാണത്? ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, നവീൻ പറഞ്ഞു. സാഷ ആ കുട്ടിയുടെ നേരെ ഒരു ഉണ്ണിയപ്പം നീട്ടി. പക്ഷെ അവൾ അത് വാങ്ങാതെ ഓടിപ്പോയി. ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഒരു പാട്ട് പഠിപ്പിച്ചു. അപ്പോഴും മുൻപ് കണ്ട പെൺകുട്ടി ജനാലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് ക്ലാസ്സിൽ വരാൻ ആഗ്രഹമുണ്ട്, സാഷ സ്വരം താഴ്ത്തി പറഞ്ഞു. സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ച പാട്ട് ആരോ പാടുന്നത് കേട്ടു. അതാരാണെന്ന് നോക്കാം. സാഷയും നവീനും പാട്ട് കേട്ട ഭാഗത്തേക്ക് നടന്നു. ഒരു മരത്തിനരികിൽ രാവിലെ കണ്ട പെൺകുട്ടി അവൾ തൻ്റെ കുഞ്ഞു സഹോദരനെ പാടി ഉറക്കുകയായിരുന്നു. സാഷ ബാഗ് തുറന്ന് ഒരു ചിത്രകഥാപുസ്തകം അവളുടെ നേരെ നീട്ടി. പെൺകുട്ടി സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. കവിത, അതാരാണ്? അവളുടെ അമ്മയുടെ സ്വരം കേട്ട് സാഷയും നവീനും പെട്ടെന്ന് അവിടെ നിന്ന് പോയി. കവിതയുടെ കാര്യം നമുക്ക് അനു ടീച്ചറിനോട് പറയാം, സാഷയും നവീനും തീരുമാനിച്ചു. അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞെത്തിയ കവിതയെ പ്രധാന അധ്യാപകൻ, അതായത് ഹെഡ് മാസ്റ്റർ, മറ്റു കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കവിത എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. കവിതയുടെ മാതാപിതാക്കളെയും അദ്ദേഹം സദസ്സിന് പരിചയപ്പെടുത്തി. കവിതയെ സ്കൂളിൽ ചേരാൻ സഹായിച്ച സാഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ സ്റ്റേജിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചു. ഇതാണ് ഈ സ്റ്റോറിയുടെ അർത്ഥം. എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ പുതിയ സ്റ്റോറിയുമായി വരാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.